നമസ്കാരം സുഹൃത്തുക്കളെ, സ്കാൻഡിനേവിയൻ മലയാളിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിറ്റ്സർലാൻഡ് യാത്രയുടെ അവസാന ദിവസമായ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഇതുവരെ നമ്മൾ മാൽപ്സിൻ്റെ മധ്യഭാഗത്തായിരുന്നെങ്കിൽ നമ്മളിനി ഇറ്റാലിയൻ സൈഡിലേക്ക് ഇന്ന് പോവുകയാണ്. എന്തിനാണെന്നറിയോ? മാറ്റർഹോൺ എന്ന പർവ്വതം കാണാനായിട്ട്. അവിടെ തന്നെയാണ് സെർമാറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാർ ഫ്രീ വില്ലേജും ഉള്ളത്. അപ്പോൾ സെർമാറ്റിലാണ് കേട്ടോ ഈ മാറ്റർഹോൺ ഉള്ളത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പർവ്വതം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പർവ്വതമാണത്രേ മാറ്റർഹോൺ. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഒരു വലിയ പർവ്വതം കടന്നു വേണം പോകാൻ. ഇന്നലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വലേ റീജിയനിലാണ് ഈ സെർമാറ്റും മാറ്റർഹോണും വരുന്നത്, വലൈ കൗണ്ടി. അങ്ങോട്ട് പോകാനായിട്ട് ബേൺസി എന്ന് പറയുന്ന ഈ ജൂഫ്രോയൊക്കെ അടങ്ങുന്ന വലിയൊരു പർവ്വതം നമുക്ക് കവർ ചെയ്ത് പോകണം. അത് കവർ ചെയ്യാനായിട്ട് ഈ കാണുന്ന തീവണ്ടി ഫെറി കടന്നാണ് നമ്മൾ പോകുന്നത്. 29 യൂറോ ആണ് കേട്ടോ ഇതിൻ്റെ വൺ സൈഡ് ടിക്കറ്റ്. നമ്മളിത് തീവണ്ടി പോലെ ഇരിക്കുന്ന ഈ സംഭവത്തിലേക്ക് നമ്മുടെ കാറ് കയറ്റി വിടണം. ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്ന പോലെ ചെയ്യണം. ഓൾമോസ്റ്റ് 30 മിനിറ്റോളം സമയം ഇത് കവർ ചെയ്ത് പോകാനെടുത്തു. അങ്ങനെ നമ്മളിതിൻ്റെ മറു സൈഡിലെത്തി. ഇത് ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. വണ്ടിയെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ തുരങ്കത്തിലിരിക്കുക എന്നുള്ളത്. ഈ ആകെ ഒരു ട്രെയിന് പോകാനുള്ള സ്ഥലമാണല്ലോ ഉള്ളൂ. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു തീവണ്ടി ഫെറിയിൽ കയറുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ വലൈ കൗണ്ടിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ യാത്ര വന്ന പിറ്റേ ദിവസം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഒരു വലിയ ഫ്ലഡ് വന്നിട്ട് നമുക്ക് ഈ യാത്ര നടത്താൻ പറ്റിയില്ല. നമ്മൾ ചില ദിവസങ്ങൾ എക്സ്ട്രാ ഇട്ടത് കൊണ്ട് നമ്മൾ വീണ്ടും വേറൊരു ദിവസം പോവുകയാണ് കേട്ടോ. അന്ന് ഈ പറഞ്ഞ സെർമാറ്റിലുണ്ടായിരുന്ന ഫ്ലഡ് ഭയങ്കര സീരിയസ് ആയിരുന്നു. അതിന് നമ്മൾ തിരിച്ചു വന്ന ശേഷമാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത്. അവിടെ എന്തോരം അതിനെ ഹിറ്റ് ചെയ്തു എന്നുള്ളതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സെർമാറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം കാറ് കൊണ്ടുപോയിട്ട് നമുക്ക് പല പല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും. അതിൽ ലാസ്റ്റ് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് നമുക്ക് കാർ ഫ്രീ വില്ലേജ് ആണല്ലോ. അപ്പോൾ ഈ റെയിൽവേ വഴി മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കിട്ടുന്ന സ്പോട്ടിൽ നമ്മൾ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത് സെർമാറ്റിലേക്ക്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആളുകളെല്ലാം ഭയങ്കര പരിഭ്രാന്തരായിട്ട് തിരിച്ചു വരുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ഫ്ലഡ് കാരണം അവിടെ കുടുങ്ങിപ്പോയവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്ലഡെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ നോക്കിയിരുന്നു, വെള്ളം കലങ്ങി ഒഴുകിയതൊക്കെ തീർന്ന് നോർമലായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതി റൂട്ട് വന്നിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു എന്തായിരുന്നു ഭയങ്കര മഴയും ഭയങ്കര കലങ്ങിയ പുഴകളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഓഫീസിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത ശേഷമാണ് കേട്ടോ അത് നമ്മളിങ്ങോട്ട് വന്നത്. തിരിച്ചവർ ടൂറിസ്റ്റുകളെ എൻട്രി ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞ ശേഷം മാത്രമാണ് ഞങ്ങൾ വന്നേക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ക്ലൗഡിയാണ്. അപ്പോൾ സെർമാറ്റിൽ നിന്നുകൊണ്ട് നോർമലി നമുക്ക് മാറ്റർഹോൺ പർവ്വതം കാണാൻ പറ്റും. കൂടാതെ മാറ്റർഹോണിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു തടാകം വരെ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂവും ചെയ്യാൻ പറ്റും. അത് മാറ്റർഹോണിൽ നിന്ന് വീണ്ടും വേറൊരു ട്രെയിനാണ് കേട്ടോ. പക്ഷെ ആ ട്രെയിൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. പക്ഷെ അറ്റ്ലീസ്റ്റ് സെർമാറ്റിൽ ഇരുന്ന് മാറ്റർഹോൺ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ചിന്ത. എന്തായാലും നമ്മളിതാ പോയി തുടങ്ങി. വീണ്ടും നമ്മൾ നോക്കുകയാണ്, പുഴയെല്ലാം കുറച്ച് നോർമൽ കളറിലേക്ക് വന്നിരുന്നു. ചെളി കുത്തി ഒലിച്ച പോലെയായിരുന്നു കേട്ടോ ആദ്യം സ്വിറ്റ്സർലാൻഡിലെ 2 ദിവസം പുഴകളെല്ലാം തന്നെ. നമ്മൾ സാനനിലും ജീസ്റ്റാഡിലൊക്കെ പോയപ്പോൾ നമ്മളത് കണ്ടതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്ന് സെർമാറ്റിൽ ഇറങ്ങി. സെർമാറ്റാണ് എല്ലാം തികഞ്ഞ ഒരു കാർ ഫ്രീ വില്ലേജ് എന്ന് സ്വിറ്റ്സർലാൻഡിലെ വേണം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വില്ലേജാണ് സെർമാറ്റ്. ആളുകൾ പറയുന്നത് ഇവിടെ ഈ ടൂറിസം കൊണ്ട് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കുകയും അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ ഫ്ലഡ് വന്നതെന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ അതിനുശേഷം ഒരുപാട് കേൾക്കുന്നുണ്ടായിട്ടോ. അപ്പം ഞങ്ങൾക്കും അവിടെ ചെന്നപ്പോൾ തോന്നി മ്യൂറേനും വെങ്ങനും പോലെയല്ല, ഇത് വികസിതമായ ഒരു കാർ ഫ്രീ വില്ലേജാണ്. ഇങ്ങോട്ട് കാറ് വരില്ല എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കാണും പോലെ ചെറിയ വാൻ പോലത്തെ വണ്ടികൾ കണ്ടില്ലേ, അത് ഇഷ്ടം പോലെ ഓടുന്നുണ്ട്. ബസ് പോലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ആ വാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ സെർമാറ്റ് പട്ടണം മുഴുവൻ കൊണ്ടുനടന്ന് കാണിക്കും. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾക്കായിട്ടും മറ്റും ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും. അത് പ്രകൃതിനെ തീർച്ചയായിട്ടും മുറിവേൽപ്പിക്കുന്നുണ്ടെന്നാണ് അവിടെയുള്ള ആളുകളുടെ കംപ്ലയിൻസ്.
ഇതുവരെ ഞങ്ങൾ പോയ സിറ്റികളിൽ വെച്ച് ആദ്യമായിട്ടൊരു മക്ഡൊണാൾഡ്സ് ഇതിനകത്താണ് കേട്ടോ കണ്ടത്. ഞാൻ പറഞ്ഞ സൂറിച്ച് പോലുള്ള സ്ഥലങ്ങളല്ല, സ്വിറ്റ്സർലാൻഡിന്റെ കാർ ഫ്രീ വില്ലേജുകളിൽ. കാരണം അത്രയും പുരോഗമനമായിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത്, ഇവർ അവിടെ നിന്ന് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററിൽ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു നോട്ട് തരും എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അത് കറക്റ്റായിട്ട് കണക്റ്റഡ് ഡോട്ട്സ് ആണ്, നമ്മൾ അതുവഴി അങ്ങ് നടന്നാൽ മതി. അതിൽ പ്രധാനപ്പെട്ടാണ് ഇതായി കാണുന്ന ഓൾഡ് വില്ലേജ്. പുരാതനമായ 16-ാം നൂറ്റാണ്ട് മുതൽ ആളുകൾ താമസിക്കുന്ന ഒരു സെറ്റിൽമെന്റ് ആണ് കേട്ടോ ഈ സെർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ലോക്കൽസ് താമസിക്കുന്ന സ്ഥലമാണ്. കൂടാതെ ഇപ്പോൾ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടലുകളും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇതാ ഈ പുരാതനമായ രീതിയിൽ അവിടെ ആരും താമസിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കെല്ലാം വന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വുഡ് കൊണ്ടുള്ള വീടുകളും സംഭവങ്ങളും എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. പലതും 10-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള വീടുകൾ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കൂടെയൊക്കെ നടന്നു, അവിടെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ നിരാശപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ നല്ല ക്ലൗഡിയാണ്, മുകളിലേക്ക് ഒന്നും കാണാനില്ല. നമ്മൾ ആശിച്ച് മോഹിച്ച് പ്രതീക്ഷിച്ച് വന്ന മാറ്റഹോൺ പർവ്വതത്തിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. മണി 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ലാസ്റ്റ് ട്രെയിൻ 3 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതുവരെ ഈ സെർമാറ്റ് പട്ടണം കറങ്ങി നടന്ന് കാണാനും അതിനുശേഷം ഏറ്റവും നല്ല വ്യൂ പോയിന്റ് എന്ന് ആളുകൾ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾക്കറിയാം, അവിടെ പോയി ഇരിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എന്തായാലും അതിനിടയിൽ ഞങ്ങൾ മുകളിലേക്കുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചോ എന്ന് അവരുടെ ഓഫീസിലെല്ലാം പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ മുകളിൽ സുനൈന എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു വ്യൂ കിട്ടിയേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു ഹൈക്കിംഗ് നടത്തിയാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ പിന്നീട് വീണ്ടും ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിൽ പോയപ്പോൾ അവരതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. കാരണം അവർ കാണിച്ചു തന്നു നല്ല വെളുത്ത കളറിൽ ചെളി കയറി അടങ്ങിയേക്കുവാണ് എല്ലാ സ്ഥലവും. ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ മൗണ്ടനേഴ്സ് സിമെട്രി എന്നറിയപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാറ്റഹോൺ ഒരു പ്രധാനപ്പെട്ട മൗണ്ടനറിങ് സ്ഥലം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പർവ്വതമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പല വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആളുകൾക്കുള്ള മൗണ്ടനിയേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള സിമെട്രിയാണ് കേട്ടോ ഇത്. ഈ പുഴ കലങ്ങി ഒഴുകുന്ന കണ്ടോ, അതിൻ്റെ 2 സൈഡിലും ചെളിയാണ്. താഴെ നിലകളിലുള്ള ലിഫ്റ്റ് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും വർക്ക് ചെയ്യുന്നില്ല. അത് ഈ കാണുന്ന പോലത്തെ ചെളി എല്ലായിടത്തും കയറി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മുകളിലെ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ സുനൈന, അങ്ങോട്ട് പോകണമെങ്കിൽ മുകളിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഇതുപോലത്തെ ചെളിയാണത്തെ. അപ്പോൾ നമ്മൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹൈക്കിംഗ് പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയില്ല. ഇനി അങ്ങോട്ട് കേബിൾ കാർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ അതേ സ്ഥലത്തേക്ക്. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ വേണ്ട, പോകണ്ട, ഇനിയും വല്ല ഉരുൾപൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്ന് കരുതി നമ്മൾ പിന്നെ പോയില്ല. കാരണം അന്തരീക്ഷം ഭയങ്കര മൂടി കെട്ടിയാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടില്ല ചെറിയ വാനുകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം കേട്ടോ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ. എപ്പോൾ വേണമെങ്കിലും അവർ പുറകിൽ വന്ന് പീന്ന് ഹോൺ അടിക്കാം. ഞങ്ങൾ സെർമാറ്റ് കറങ്ങി നടന്ന് കാണുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പഴയ ടൈപ്പ് വീടുകളിലെ ഒരു കംപ്ലീറ്റ് കറക്റ്റ് സ്വിസ് വില്ലേജ് ആണിത്. സുവനീറുകൾക്കോ മറ്റു സംഭവങ്ങൾക്കോ ഒന്നും ഒരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ ഓൾഡ് ടൗണുകളും എല്ലാം അതിനകത്തുണ്ട്. ഒരു 2 ചർച്ച് ഇതിൻ്റെ അകത്തുണ്ട്. ഒരു പഴയ ഇംഗ്ലീഷ് ചർച്ചും ഉണ്ട്, ഒരു സ്വിസ് ചർച്ചും ഉണ്ട്. രണ്ടിലും എൻട്രി ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമലി യൂറോപ്പിൽ എല്ലായിടത്തും പോകുമ്പോൾ ചർച്ചുകളിലൊക്കെ വളരെ കൂളായിട്ട് കയറാറുണ്ട്. പക്ഷെ ഇവിടെ അവർ അടച്ചിട്ടേക്കുമായിരുന്നു. മേ ബി ബിക്കോസ് ഈ ഫ്ലഡ് കാരണം ആയിരുന്നിരിക്കാം, അത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഒരു സ്വിറ്റ്സർലാൻഡ് ചർച്ചിൽ പ്രോപ്പർ ചർച്ചിൽ കയറണം എന്നുള്ള ആഗ്രഹം നമ്മുടെ നടന്നില്ല. നമ്മൾ എന്തായാലും അവിടെ വീണ്ടും ഒരു റൗണ്ടും കൂടെ ചുറ്റി. ഇപ്പോൾ ഓൾമോസ്റ്റ് മുഴുവൻ സെർമാറ്റ് ഞങ്ങൾ നടന്ന് തന്നെ കണ്ടു തീർത്തിരുന്നു കേട്ടോ. നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ മാറ്റഹോൺ കാണാൻ ചാൻസ് ഉള്ള വ്യൂ പോയിന്റിൽ വീണ്ടും പോയി ഇരിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചോക്ലേറ്റ് ഈ കട കണ്ടത്. സ്വിറ്റ്സർലാൻഡ് ചോക്ലേറ്റ്സ് ഭയങ്കര ഫേമസ് ആണല്ലോ. നമ്മൾ എന്തായാലും ആദ്യം വന്നപ്പോൾ തന്നെ മക്ഡൊണാൾഡ്സിൽ കയറിയിട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഈ ചോക്ലേറ്റ്സും കൂടെ വാങ്ങിച്ചിട്ട് അവിടെ എങ്ങാനും പോയിരിക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം, ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് സത്യമായിട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഇവിടെ ടൂറിസം ഓഫീസിൻ്റെ താഴെ വലിയൊരു മോണിറ്ററും സ്ക്രീനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മുകളിലത്തെ വ്യൂ എന്താണെന്ന് കാണിക്കാൻ. അപ്പോൾ അത് മുഴുവൻ ക്ലൗഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മാറ്റഹോൺ നമ്മളെ കാണാൻ നേരമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പർവ്വതങ്ങൾക്കും
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരെണ്ണം കാണാനും നമ്മളവരെ അറിയാനുമായിട്ട് അതിന് പ്രത്യേക സമയമുണ്ട്. ആ സമയം ആവാണ്ട് നമ്മൾക്ക് മുമ്പിൽ അവർ വരില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഈഗർ പർവ്വതം കണ്ടപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും മാറ്റർഹോൺ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. നല്ല നിരാശയോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇനിയും തിരിച്ചു വരാനുണ്ടെങ്കിൽ കാരണം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇനിയും തിരിച്ചിങ്ങോട്ട് തന്നെ സെർമാറ്റിലേക്ക് വരും. മാറ്റർഹോൺ ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഹോബിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള പർവ്വതം മാറ്റർഹോണിന് റെഫറൻസ് ആണത്രേ. അപ്പോൾ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് യാത്ര ഇതാ ഇവിടെ തീരുവാണ്. നമ്മളിത് തിരിച്ച് വീട്ടിൽ പോയി ഇനി നമ്മൾ പിറ്റേ ദിവസം തിരിച്ച് നമ്മുടെ നാട്ടിൽ സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. ലിച്ചൻസ്റ്റൈൻ ഒരു നോട്ടം ആ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട്. അവിടെ ആകെ ഒന്നും കാണാൻ കാര്യമായിട്ടില്ല. അപ്പോൾ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞങ്ങൾ ഇതിൽ എൻഡിൽ ചേർക്കാം. അപ്പോൾ ശരി, ഇനി അടുത്തൊരു ട്രിപ്പ് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. സ്കാൻഡിനേവിയൻ മലയാളിയിൽ നിന്ന് എല്ലാവർക്കും ബൈ ബൈ.